നമ്മൾ സ്പെയിനിൽ ഒരു വിദ്യാഭ്യാസത്തിനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ഭാഷ നമുക്ക് ഒരു കീറാമുട്ടിയാവും. മാക്സിമം രാജ്യങ്ങൾ കാണുക എന്നുള്ള ഫോക്കസ് ഓരോ രാജ്യത്തിനെയും വളരെ ഡീപ്പറായിട്ട് അറിയാനും അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അതിൻ്റെ ഔട്ട്സ്കേർട്സും ക്യാപിറ്റൽ ഏരിയകളും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ 29 ഷെങ്കൻകാർ രാജ്യങ്ങൾ കവർ ചെയ്യാൻ ഒരു വർഷത്തിൽ കൂടുതൽ എടുക്കേണ്ടി വരും ചിലപ്പോൾ. ഓൾറെഡി എഡ്യൂക്കേഷൻ സബ്സിഡൈസ്ഡ് ആണ് ഈവൻ ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ഡെൻമാർക്കിന്റെ മിനിമം സാലറി പറഞ്ഞതിൽ മുഴുവൻ പറഞ്ഞു നിങ്ങൾ അതിൽ ടാക്സ് പറയുന്നില്ല, ടാക്സ് എത്രയാണെന്ന് കൂടെ പറയാം. സ്പോർട്സ് മാനേജ്മെന്റ് പഠിച്ചിട്ടല്ലോ മെസ്സിയോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ ഒന്നും തന്നെ എത്തിയിട്ടുള്ളത്. ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ടു ഗ്ലോബൽ ഇൻസൈറ്റ്സ് വിത്ത് മാസ്റ്റർ കൺസൾട്ടന്റ്. ആഫ്രിക്കയുമായി കര പങ്കുവയ്ക്കുന്ന ഏക യൂറോപ്യൻ രാജ്യം, ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകളിൽ 4ാമത്തേതുള്ള രാജ്യം, വളരെ വൃത്തിയും വെടിപ്പുമുള്ള നല്ല സമ്പന്ന സംസ്കാരമുള്ള ജീവിക്കാൻ നല്ല ബെസ്റ്റ് രാജ്യം ഏതാണെന്നല്ലേ നമ്മൾ മുമ്പേ പറഞ്ഞ ആ സ്പെയിൻ. അപ്പോൾ സ്പെയിൻ തുറന്നിടുന്ന സാധ്യതകളെ കുറിച്ചാണ് ദിലീപ് രാധാകൃഷ്ണൻ ഇന്ന് സംസാരിക്കുന്നത്. വെൽക്കം. താങ്ക് യു. സ്പാനിഷ് മസാല എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളികളോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിൽ പറയുന്ന ദോശ പോലെ, അതായത് ഇന്ത്യൻ ദോശ, അതിനെ കുറച്ച് സ്പാനിഷ് ഫ്ലേവറുകളൊക്കെ ചേർത്ത് സ്പാനിഷ് കൊട്ടാരത്തിൽ എത്തിച്ച് സ്പെയിൻ ജനതയെ അത് ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയായിരുന്നല്ലോ അത്. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്കും സ്പെയിനിനും ഇടയിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആകാവുന്ന പല ഘടകങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് സ്പെയിനിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഫ്ലെമിംഗോ ഡാൻസ് ഉണ്ട്, ടൊമാറ്റോ ഫെസ്റ്റിവൽ ഉണ്ട്, പിന്നെ കാളപ്പോരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഴ്സലോണയാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് മെസ്സിയുടെ ഫുട്ബോൾ ക്ലബ് ആയതുകൊണ്ട്. അപ്പോൾ സ്പെയിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ എങ്ങനെ ആകർഷിക്കുന്നത്? സ്പെയിനിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ബോർഡിംഗ് നേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. ഫ്രാൻസ് അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ള രാജ്യമാണ്. വലിയൊരു സർവീസ് ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണത്. പിന്നെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് അറൗണ്ട് ഒരു മാക്സിമം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു 8 to 9 lakhs വരുന്നത്. അത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ഒരു 4 lakhs മുതൽ വരുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് എല്ലാവരുടെയും വലിയൊരു കൺസേൺ ആണ് ഈ പറഞ്ഞ പോലെ തണുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ യൂറോപ്പിലെ ഒരു വാമായിട്ടുള്ള ക്ലൈമറ്റ് റിലേറ്റീവ്ലി കൊടുക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ് സ്പെയിൻ. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നുണ്ട് സർവീസ് മേഖലയിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിൽ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനത്തെ ഇൻഡസ്ട്രികളിൽ നല്ല ഫണ്ടിങ് വരുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ. സ്പെയിനും അതെ, പോർച്ചുഗലും അതെ, രണ്ടും അതെ. ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു സ്റ്റുഡൻറ്റ് ഡെസ്റ്റിനേഷനും വർക്ക് ചെയ്യാൻ ഡെസ്റ്റിനേഷനും അതിന് പുറമെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫിന് ഒപ്പം തന്നെ റിലേറ്റീവ്ലി അത്ര എക്സ്പെൻസീവ് അല്ലാത്തൊരു സ്ഥലം കൂടിയാണ് സ്പെയിൻ. അതുപോലെ ഈ പറയുന്ന പോലെ നല്ല ബെസ്റ്റ് ജീവിതം വേണോ, സമാധാനം വേണോ, നല്ല വൃത്തിയുള്ള അന്തരീക്ഷം വേണോ? എനിക്ക് തോന്നുന്നു അവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു രാജ്യമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ തപ്പിപ്പെറുക്കിയാൽ പോലും ഒരു മുട്ടായി കടലാസോ എന്തെങ്കിലും നമുക്ക് സ്പെയിനിൽ നിന്ന് കണ്ടുകിട്ടാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ശുചിയായി സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ സംസ്കാരമൊക്കെ അവരെങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ സ്പെയിനിലെ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു PhD ചെയ്യുകയാണ് എക്കണോമിക്സിൽ, ഇറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് ആൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രത്യേകതകളെക്കുറിച്ചും അവിടെ പലയിടത്തും കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ചും, എങ്ങനെയാണ് ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഇൻറ്ററാക്ഷൻ, അതേപോലെ തന്നെ ഫീസിലുള്ള ഒരു വ്യത്യാസം. നമ്മൾ സ്പെയിനിൽ കേൾക്കുമ്പോൾ വലിയ ഫീസ് എന്നൊക്കെയാണ്. അപ്പോൾ സ്പെയിനിലെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ശരിക്കും ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലാണ് കുട്ടികൾ ധാരാളം സ്പെയിൻ ഓപ്റ്റ് ചെയ്യുന്നത്. ഫുട്ബോളും കാര്യങ്ങളും അതിൻ്റെ ഒരു ക്രേസ് കൊണ്ടാണ് സ്പെയിൻ ഓപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ നമ്മൾ മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ നോക്കുമ്പോൾ സ്പോർട്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് റീഹാബിലിറ്റേഷൻ, കുറേ സ്പോർട്സുമായി ബന്ധപ്പെട്ട കോഴ്സസ് ഉണ്ട്. അതിനൊക്കെ അറൗണ്ട് ഒരു പെർ ഇയർ ഒരു 15 to 20 lakh ഒക്കെയാണ് കോസ്റ്റ് വരുന്നത്. അതിൻ്റെ പകുതിയിൽ താഴെ നമുക്ക് സ്പെയിനിൽ വരുന്നുള്ളൂ. ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിലെ ഒരുപാട് സ്പോർട്സ് റിലേറ്റഡ് പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ അല്ല, ഫസ്റ്റ് തിങ്. പക്ഷേ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നല്ല റാങ്കുള്ള സ്ഥലങ്ങളിലുള്ള അപൂർവം, ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് യൂറോപ്പിൽ ഓൾറെഡി എഡ്യൂക്കേഷൻ സബ്സിഡൈസ്ഡ് ആണ് ഈവൻ ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. ഇനി യൂറോപ്യൻ യൂണിയൻ സിറ്റിസൺസ് ആണെങ്കിൽ അവർക്ക് പൈസ ഇല്ല, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോകേണ്ട ഒരു ആവശ്യകത ഇല്ല. അതുകൊണ്ടാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളെല്ലാം കുറവ്. പക്ഷേ ചില പ്രോഗ്രാംസ് നമുക്കറിയാം, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് വരുമാനം ഒരു പ്രധാന ഘടകമാണല്ലോ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ പോലെ ആവില്ല പ്രൈവറ്റ്, കുറച്ചുകൂടെ അഗ്രസീവ് വരും. അപ്പോൾ അവർ ഏറ്റവും അധികം അവരുടെ എന്താ പറയുക ഏറ്റവും എൻക്വയറീസ് വരുന്ന എന്നാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിൽ കൊടുക്കാത്ത പ്രോഗ്രാംസാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അതിൽ അത്യാവശ്യം നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റീസ് ഫ്രാൻസിലെ പോലെ തന്നെ സ്പെയിനിലും നമുക്ക് അത് കാണാവുന്നതാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ മുൻനിരയിൽ തന്നെ ബാർസലോണ യൂണിവേഴ്സിറ്റിക്ക് വളരെ നല്ല റാങ്കുള്ള യൂണിവേഴ്സിറ്റിയാണ്. എന്താ പറയുക 200 താഴെയാണ് ഗ്ലോബൽ റാങ്കിങ് തന്നെ വരുന്നത്. ബാക്കിയുള്ള മാഡ്രിഡിലാണെങ്കിലും ഒരുപാട് നല്ല സ്ഥലങ്ങൾ ആക്ച്വലി ഉണ്ട്.
മാഡ്രിഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഏരിയ എന്ന് പറയുന്നത്. ബാർസലോണയാണ് ഫേമസ് ആയിട്ടില്ലെങ്കിലും മാഡ്രിഡ് ആണ് ശരിക്കും ക്യാപിറ്റൽ ഏരിയ എന്ന് പറയുന്നത്. ഇത് രണ്ടും സ്റ്റുഡൻറ് സ്കോറിൽ, അതായത് സ്റ്റുഡൻസിന് എത്രമാത്രം ഫ്രണ്ട്ലിനെസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി, ഓവറോൾ അവരുടെ എന്താ പറയുക ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിന് മുൻനിരയിലാണ് ഈ രണ്ട് ടൗൺഷിപ്പുകളും വരുന്നത്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു, ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നതിൽ 4ാമത്തെ ഭാഷയാണ് സ്പാനിഷ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും മലയാളികളാണെങ്കിലും നമുക്ക് കുറേ സ്പാനിഷ് വേർഡ്സ് അറിയാം, സ്പാനിഷ് സോങ്ങുകൾ നമുക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഫുട്ബോളിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും ഓല, ഹലോ എന്ന് പറയുന്ന സ്പാനിഷ് വേർഡ്, ഗ്രാസിയാസ്, ഇതൊക്കെ നമ്മൾ സ്പാനിഷ് മസാല പഠിപ്പിച്ച ഇതാണ്. അപ്പോൾ പലപ്പോഴും സ്പാനിഷ് ഭാഷ പൊതുവേ ആൾക്കാർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്പെയിനിൽ ഒരു വിദ്യാഭ്യാസത്തിനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ഭാഷ നമുക്ക് ഒരു കീറാമുട്ടിയാവുമോ? എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പറയും, ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസിലാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. കാരണം നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഒരു ടീമായിരിക്കും അവിടെ ഇരിക്കുന്നത്, ആ ടീമിൽ തന്നെ പല രാജ്യക്കാരുണ്ടായിരിക്കാം, മറ്റ് രാജ്യങ്ങളിലുള്ള അതേ സിമിലർ ടീമുമായിട്ട് ഇൻട്രാക്ഷൻ വരും. അപ്പോൾ നമുക്കൊരിക്കലും സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കാൻ പറ്റില്ല. അത്തരം കമ്പനീസിലല്ല അവിടെ പ്രശ്നം വരുന്നത്. റീജിയണൽ ആയിട്ടുള്ള കമ്പനീസ് എടുക്കുമ്പോൾ അത് ഏത് സ്ഥലത്തെടുത്താലും, യൂറോപ്പിൽ എവിടെയാണെങ്കിലും റീജിയണൽ തലത്തിലുള്ള കമ്പനീസിൽ എടുത്തു കഴിഞ്ഞാൽ ഭാഷ നമുക്ക് അറിയേണ്ടതായിട്ട് വരും. അത് ടെക്നിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കോഡിങ് ചെയ്യുന്ന വ്യക്തി, പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ പവർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന വ്യക്തികൾ, ഇവർക്കൊന്നും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാനേജിങ് ജോലി പോലത്തെ ഇൻട്രാക്ഷൻസ് വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അത് ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ റീജിയണൽ തലത്തിലുള്ള കമ്പനീസ് ആണെങ്കിൽ എന്തായാലും നമുക്ക് ലാംഗ്വേജിന് ടു സം എക്സ്റ്റെൻറ്റ്, ഞാൻ പറഞ്ഞു എക്സ്ട്രീംലി ഫ്ലുവൻ്റ് ആവണമെന്നല്ല പറയുന്നത്, ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ചെയ്യണ ഒരാളുടെ അത്രയും ഫ്ലുവൻസി വേണം എന്നല്ല പറയുന്നത്, എന്നിരുന്നാലും അറിയണം എന്ന് തന്നെയാണ് ഞാൻ പറയാറുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു ടൂറിസം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടറാണ്. കാരണം അവിടുത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്, ഓരോ 4 ഇരട്ടിയൊക്കെ ആൾക്കാർ ഓരോ വർഷവും വന്നു പോകുന്നു. പലരും പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും സാധിക്കുമെങ്കിൽ ഒരു തവണയെങ്കിലും സ്പെയിനിൽ പോകണം. ഇപ്പം നമ്മൾ ഫുട്ബോൾ പ്രേമികളോട് ചോദിച്ചാൽ പോലും അവർക്ക് ഒന്നുകിൽ മാഡ്രിഡ് അല്ലെങ്കിൽ ബാഴ്സലോണ ഒന്ന് പോയി കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഒന്നത് അപ്പോൾ അത് ഒരു സാമ്പത്തിക സൂചകമാണല്ലോ ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് ഇത് ആഫ്രിക്കയുമായിട്ട് കര പങ്കിടുന്ന ഒരു രാജ്യമാണ്. മൊറോക്കോയും അൾജീരിയയും ഒക്കെ ഒരു കണ്ണകലത്തുള്ള രാജ്യമാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്പാനിഷ് എക്കോണമി അത് എത്രത്തോളം കരുത്തുള്ളതാണ്? ഈ പറയുന്നത് പോലെ വലിയ ജീവിത ചെലവുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണോ? നമ്മളെപ്പോലെ ഒരു സാധാരണ മലയാളിക്ക് ഇവിടെ പോയി പഠിക്കുകയും ജോലി എടുക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യത തുറന്നിടുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണോ? ഫസ്റ്റ് ഓഫ് ഓൾ യൂറോപ്പ് മൊത്തത്തിൽ വളരെ നല്ല മനോഹരങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് ഈ സ്പെയിനും അല്ലെങ്കിൽ ഫ്രാൻസും അല്ലെങ്കിൽ നെതർലാൻഡ്സ്, ജർമ്മനി, ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ, ഈവൻ നോർവേ അതിമനോഹരമായിട്ടുള്ള രാജ്യമാണ്, എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ് നോർവേ. പക്ഷേ നമ്മൾ ഏതെങ്കിലും ടൂർ പാക്കേജിൽ നമ്മൾ അവിടെ കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടോ? ടൂറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആൾക്കാർക്ക് രാജ്യങ്ങൾ നമ്പർ എത്ര കാണുക എന്നുള്ളതൊരു എന്താ പറയുക ഒരു പ്രത്യേകതയാണ്. വെറുതെ ഒന്ന് ഒരു ദിവസം ആയെങ്കിൽ പോലും ഒരു രാജ്യത്ത് പോയി വന്നു, ഞാൻ ഇത്ര രാജ്യം പോയി എന്നതിനാണ് പ്രോമിനൻസ്. നമ്മൾ എങ്ങനെ കണ്ടു ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളിലും മിനിമം ഒരു 10 ദിവസമെങ്കിലും നിന്നാൽ മാത്രമാണ് നമുക്ക് ഓരോ രാജ്യവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ പറഞ്ഞ കൊച്ചു രാജ്യങ്ങൾ പോലും, ഈ ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ ഒന്നും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല, പലപ്പോഴും ടൂർ പാക്കേജിൽ മിണ്ടിയിട്ട് പോലും ഇല്ല. അപ്പോൾ നമുക്ക് കേട്ടുപരിചയമുള്ള കുറച്ച് സ്ഥലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ സ്പെയിൻ വരാൻ കാരണം എന്ന് വെച്ചാൽ പാരീസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് തൊട്ടടുത്തിരിക്കുന്നത്. അവിടെ ഒരു മെജോറിറ്റി ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുന്നത് അവിടെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്പെയിനിലേക്ക് ഉള്ളൊരു ഒഴുക്ക് പിന്നെയും എനിക്ക് വേണം. എന്നാലും സ്പെയിനിലേക്ക് പാക്കേജ് ടൂറുകൾ കൊണ്ടുപോകുന്നത് കുറവാണ്. അപ്പോൾ ആ പാക്കേജ് ടൂർ നമ്മൾ എടുക്കുന്ന നോക്കിയാൽ ഷെങ്കൻ മാപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സർക്കിളിലായിരിക്കും അവർ നോക്കുക. ലോജിസ്റ്റിക്സ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ റൗണ്ട് ചെയ്ത് അവസാനം അവിടെ തന്നെ എത്തി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുക എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു സർക്കിളിൽ വരുന്നതാണ് ഈ പറഞ്ഞ പോളണ്ട് അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയ, ഈ പറഞ്ഞ ഫ്രാൻസ്, അങ്ങനെ ഒരു റൗണ്ടായിരിക്കും അത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഞാൻ ഈ പറഞ്ഞ ലിത്വാനിയയും അല്ലെങ്കിൽ എസ്റ്റോണിയയും ഫിൻലാൻഡും നോർവേയും ഡെൻമാർക്കും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സ്പെയിനും എനിക്ക് തോന്നുന്നത് വേണ്ട പ്രോമിനൻസ് കിട്ടി നമുക്ക്, അതായത് ഇന്ത്യൻസിന് ഞാൻ പറയുന്നത്. ഒറ്റയ്ക്കായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ, പാക്കേജ് ടൂർ അല്ലാതെ പോകുന്ന ആൾക്കാർ കാണുന്നതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ ഇന്ത്യൻസ് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സ്പെയിനിലേക്ക്. സത്യം പറഞ്ഞാൽ ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞിട്ട്. അതായത് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും മാക്സിമം രാജ്യങ്ങൾ കാണുക എന്നുള്ള ഫോക്കസ്, ഓരോ രാജ്യത്തിനെയും വളരെ ഡീപ്പറായിട്ട് അറിയാനും അതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അതിൻ്റെ ഔട്ട്സ്കേർട്സും ക്യാപിറ്റൽ ഏരിയകളും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 29 ഷെങ്കൻ രാജ്യങ്ങൾ കവർ ചെയ്യാൻ ഒരു വർഷത്തിൽ കൂടുതൽ എടുക്കേണ്ടി വരും ചിലപ്പോൾ.
ഈ സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവിടുത്തെ അടിസ്ഥാന ശമ്പളമാണ്. അപ്പൊ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 അത് $1113 പെർ മന്ത്, പ്രതിമാസം എന്നാക്കിയിട്ടുണ്ട്. ഇത് ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. കോവിഡിന് മുമ്പാണെങ്കിലും ഓരോ വർഷവും അതിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഏത് ജോലി ചെയ്താലും ഈ അടിസ്ഥാന ശമ്പളം കൊടുക്കണം എന്നുള്ളത്, അതായത് €1113 ആണെങ്കിൽ ആ അടിസ്ഥാന ശമ്പളം പിന്നെ അതിന് മുകളിലേക്ക് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നല്ല ഒരു എനിക്ക് തോന്നുന്നു അത് നല്ല ഒരു ജീവിതം നയിക്കാൻ പറ്റിയ ഒരു ശമ്പളമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ ടൂറിസം മേഖലയുണ്ട്. അപ്പൊ ടൂറിസ്റ്റ് ഗൈഡുകളായിട്ട് ടൂറിസം മേഖലയിൽ എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് നമുക്കറിയാം. മറ്റേതൊക്കെ മേഖലകളിലാണ് അവിടെ ജോലി സാധ്യതയുള്ളത്? സർവീസ് മേഖലകളാണ്. സ്പെയിൻ്റെ എക്കണോമി വളരെ നല്ല എക്കണോമിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ഹ്യൂജ് $1 ബില്യൺ ഫണ്ടിങ്ങുകൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ട് ഒരു രാജ്യമാണ് സ്പെയിൻ. അത് അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണല്ലോ അത് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോളണ്ടിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു സെൻട്രൽ യൂറോപ്യൻ രാജ്യമാണ്, ഏരിയ നല്ലോണം ഉണ്ട്, കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് കുറവാണ് എന്ന കാര്യം കൊണ്ട് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആയതുകൊണ്ട് പോളണ്ട് ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്പെയിനും ഡീസൻ്റ്ലി വലിപ്പമുള്ള രാജ്യമാണ്, കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് കുറവാണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ ആസറ്റ്സ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലകളിൽ അല്ലെങ്കിൽ മറ്റ് സർവീസ് ഡിസൈൻ മേഖലകളിൽ ഇതിലൊക്കെ ഒരുപാട് ഫണ്ടിങ് വരുന്ന സ്ഥലമാണ് സ്പെയിനും. അപ്പോൾ അതിൽ GDP നോക്കുകയാണെങ്കിൽ പെർ ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഡെവലപ്ഡ് നേഷൻ, നോ ഡൗട്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞു ഈ സെൻട്രൽ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവ് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്പെയിനിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഫ്രാൻസ് എക്സ്പെൻസീവ് ആണ്, പാരീസൊക്കെ പ്രത്യേകിച്ചും വളരെ വളരെ എക്സ്പെൻസീവ് ആണ്. നൈബറിംഗ് നേഷനാണ് ശരിക്കും സ്പെയിൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത്രയും കുറവാണ് ജീവിത ചെലവ് വരുന്നത്. നമ്മുടെ മലയാളികളുടെ രക്തത്തിൽ തന്നെ ഉള്ളതാണല്ലോ സ്പോർട്സ് DNA. പ്രത്യേകിച്ച് ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ക്രേസിനെസ് അതിൻ്റെ മാക്സിമം നിൽക്കുന്ന സ്ഥലങ്ങളാണ് പലപ്പോഴും ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഈ സ്പോർട്സ് മേഖലയിൽ ഗവേഷണവും പഠനവും അവരുടെ ആ മേഖലയിൽ കഴിവ് തെളിയിക്കാനൊക്കെ താല്പര്യമുള്ളവരാണ്. പക്ഷെ ഇവരിൽ പലരും ചിന്തിക്കുമ്പോൾ അവർ സ്പെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ അവരിലേക്ക് വരില്ല. അതെനിക്ക് തോന്നുന്നു പൊതുവേ യൂറോപ്പിൽ ജീവിത ചെലവ് കൂടുതലാണ്, അവിടെ ഇത്തരം ഓപ്ഷൻസ് ഇല്ല എന്ന തോന്നലുകൊണ്ടാവും. ഇപ്പൊ ഈ സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈ സ്പെയിൻ തുറന്നിടുന്ന വാതിലുകൾ എന്തൊക്കെയാ? ശരിക്കും അവർക്ക് ഇപ്പോൾ ക്ലബ്ബുകൾ ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ള കളിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ആ കരിയറിൽ അങ്ങനത്തെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ, ഗെയിംസ് റിലേറ്റഡ് മേഖലകളിൽ ഒരു വ്യക്തിക്ക് ശരിക്കും ഷൈൻ ചെയ്യണമെങ്കിൽ അവരുടെ ചുറ്റുമുള്ള നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഫാമിലിയിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും വേണ്ട ഒരു ആവശ്യമാണ്. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, സ്പോർട്സ് മാനേജ്മെൻറ്റ് പഠിച്ച ഒരാളെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആളെ വിശകലനം ചെയ്യുക, ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ചിന്തിക്കുന്നത്. ശരിക്കും അതിന് സ്പോർട്സ് മാനേജ്മെന്റ് പഠിച്ചിട്ടല്ലോ മെസ്സിയോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെ ഒന്നും തന്നെ എത്തിയിട്ടുള്ളത്. അതൊരു സ്കില്ലല്ലേ. അത് എന്താ പറയുക, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അവരത്രയും ചെറുപ്പം പോലെ അതിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ടാണ് വളരെ ടോപ്പ് ആയിട്ടുള്ള കോച്ചസിൻ്റെ ഒപ്പമുള്ള കോച്ചിങ്ങും അതൊക്കെയാണ്. ആഡിങ് ടു ഒരു നല്ല കോച്ച് ആവണമെങ്കിൽ വേണ്ട കുറേ കാര്യങ്ങളാണ് ശരിക്കും സ്പോർട്സ് മാനേജ്മെൻറ്റിലും അല്ലെങ്കിൽ സ്പോർട്സ് റീഹാബിലിറ്റേഷനിലൊക്കെ പഠിപ്പിക്കുന്ന ആ കോഴ്സിൽ പഠിപ്പിക്കുന്ന അതാണ്. ഒരു പ്ലെയർ ആവാനായിട്ട് ആ കോഴ്സല്ല നമുക്ക് വേണ്ടത്, അതിന് വേണ്ട ഒരു കോച്ചിങ് സംവിധാനം, അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അതേ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലൊന്നും അത്തരത്തിലുള്ള കോഴ്സസ് കാണില്ല. കാരണം അതൊരു സെപ്പറേറ്റ് എന്താ പറയുക, ഒരു ഡിഫറൻ്റ് ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്യേണ്ട ഒരു പ്രോഗ്രാമായിട്ടല്ല പോകുന്നത്, ഒരു ഡിഫറെൻറ്റ് തലത്തിലല്ലേ പോകേണ്ടത്. അപ്പോൾ അതിൽ കുട്ടികൾ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ലിത്വാനിയയിൽ പോകുന്നു. ലിത്വാനിയ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ 2.5 ലക്ഷമൊക്കെ പെർ ഇയർ കോസ്റ്റ് വരുന്നുള്ളൂ. അത് കുറേ പേര് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ കാണാനില്ലയോ തീരെ. പക്ഷേ എനിക്ക് തോന്നുന്നു സ്പെയിനും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ബട്ട് കമ്പയർ ടു ലിത്വാനിയ ആൻഡ് ഓൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് ഇവിടെ അത്തരം കോഴ്സുകൾ ഓഫർ ചെയ്യണേ എന്ന കാരണം കൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ട്യൂഷൻ ഫീസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 8 to 9 lakhs ഒക്കെ വരും. ഒരു 8 to 9 lakhs വരും. ഡെൻമാർക്ക് ഈ റേഞ്ച് തന്നെയാണ്, ഒരു 8 to 10 lakhs തന്നെ വരുന്നത്. ലിത്വാനിയ കുറവാണ്. ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബാൾട്ടിക് സ്റ്റേറ്റ്സിലെല്ലാം ഒരു മാക്സ് ടു മാക്സ് ഒരു 4 ലക്ഷം 4.5 ലക്ഷമാണ് പെർ ഇയർ വരിക. അതിന്റെ ഓൾമോസ്റ്റ് ഇരട്ടി വരും സ്പെയിനിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ. നമ്മൾ പലപ്പോഴും ഈ യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചും അവിടുത്തെ വരുമാനത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിന് താഴെ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നികുതി എന്ന് പറയും. അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നികുതി എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. നമ്മൾ മുൻപേ പറഞ്ഞ എസ്റ്റോണിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ടാക്സ് ഡെൻമാർക്കിന്റെ മിനിമം സാലറി പറഞ്ഞതിന് മുഴുവൻ പറഞ്ഞു, നിങ്ങൾ അതിൽ ടാക്സ് പറയില്ല, ടാക്സ് എത്രയാന്ന് കൂടെ പറയും, ടാക്സ് കഴിഞ്ഞവന് 10 പൈസ ജീവിക്കാൻ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഇതൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു രാജ്യത്തെ പ്രൊമോട്ട് ചെയ്യാറില്ല, കാരണം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ടാക്സ് നിങ്ങൾ 50% കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ PR കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷൻ കവേർഡാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ റഷ്യ യുക്രൈൻ വാർ വരുന്നതിന് മുന്നേ ഹാർഡ്ലി 2% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നത് ബാങ്കിൻ്റെ. ഇപ്പോഴാണത് 5%, 5.5% എക്സ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ അതുപോലും ഉണ്ടായിരുന്നില്ല.
ഇൻഫ്ലേഷനും ആക്ച്വലി വളരെ ക്യാപ്റ്റാണ് നല്ല രീതിയിൽ. നമുക്ക് ഓവറോൾ നമുക്ക് നല്ല റോഡ്സും അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ ടാക്സിന് നല്ല ശതമാനം നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ പെൻഷൻ ഫണ്ടായിട്ട് തിരിച്ചു കിട്ടും നമുക്ക് അതിനുള്ളത്. നമുക്ക് ഓൾഡ് ഏജിൽ ഇനി മക്കൾ നോക്കിയില്ലെങ്കിലും കെയർ ഹോം സംവിധാനങ്ങളും മറ്റും ഉണ്ട് അവിടെ. പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം വഴി നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സംവിധാനം ഉണ്ട്. എന്താണ് പിന്നെ നമുക്ക് വേണ്ടത് ജീവിക്കാൻ? അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ പൈസ കൊണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ലിവിങ് ആൻഡ് റെന്റ് എക്സ്പെൻസും ഒരു ചെറിയ ഹോളിഡേക്കുള്ള പൈസയ്ക്ക് അപ്പുറത്തേക്കുള്ള ബാക്കി കുറേ കാര്യങ്ങൾ കവേർഡ് അല്ലേ? അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അത് ഒരിക്കലും ഒരു 20കളിൽ ജോലിക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു $10,000 നമുക്ക് സേവിങ് ആയിട്ട് വേണം ടാക്സ് കഴിഞ്ഞിട്ടൊന്ന് ചിന്തിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം അവരുടെ എംപ്ലോയി യൂണിയൻസ് വളരെ സ്ട്രോങ് ആണ്. അത് പൊതുവേ യൂറോപ്പിൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്താ പറയുക, ടാക്സ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സാലറിക്ക് അനുസൃതമായിട്ട് എപ്പോഴും ടാക്സും ഹൈ ആയിരിക്കും. നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഹയർ ഇൻകം സ്ലാബിലുള്ള ആൾക്കാരുടെ നല്ലൊരു ശതമാനം ടാക്സിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ശരിയാണ്, ഒരു ഭയങ്കരമായിട്ടുള്ള കോടികൾ ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷ ഒരിക്കലും യൂറോപ്പിൽ ചിന്തിക്കരുത്. യൂറോപ്പിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, എക്സ്ട്രീംലി ഗുഡ് വർക്ക് ലൈഫ് ബാലൻസ്, ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് അവിടെ പോകേണ്ടത്. അത്രയും അഗ്രസീവായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കോടികൾ വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള GCC രാജ്യങ്ങൾ, ദുബായോ ഖത്തറോ എത്രയോ രാജ്യങ്ങളുണ്ട്. GST നിസ്സാരമായിട്ടുള്ളൂ, IT കാര്യമായിട്ടുള്ള ബേർഡനില്ല, അവിടെ പോയി ജീവിക്കാം. അതൊരു അങ്ങനെ അഗ്രസീവായിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളി ഓരോ മാസവും അവന്റെ ശമ്പളം കിട്ടുമ്പോൾ ഒരു കുടുംബ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ആളെഴുതി വെക്കും പാല്, പത്രം, പിന്നെ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെലവാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ വിദ്യാഭ്യാസം കവേർഡാണ്. രണ്ട്, നമ്മൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതുവരെ സമ്പാദിച്ചത് പലതും അവിടെ അപ്പോൾ ഫ്രീ ഹെൽത്ത് ഉണ്ട്, ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നികുതിയും, കാരണം ആ നികുതി പണത്തിൽ നിന്നാണല്ലോ ഇതൊക്കെ വരുന്നത്. മറ്റൊന്ന്, സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യമാണ്. ഈവൻ നഗ്നരായി നടക്കാൻ പോലും ജനങ്ങളെ അനുവദിക്കുന്ന, അവിടെ വരുന്ന ആൾക്കാരെ അനുവദിക്കുന്ന രാജ്യമാണ്. രണ്ട്, സുരക്ഷ, നല്ല സുരക്ഷിതമായ ഒരു രാജ്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്പെയിൻ തുറന്നിടുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം അല്ലേ? ആണ്, ഡെഫിനറ്റ് ആയിട്ട്. ഇത് നമ്മൾ ആ പേടി മാറ്റിയാൽ മതി. നമ്മൾ ഇതൊക്കെ വികസിത രാജ്യങ്ങളല്ലേ, ഇവിടുത്തെ ക്രൈം റേറ്റ്സ് കുറവാണ്, സോഷ്യൽ സെക്യൂരിറ്റി ഹൈ ആണ്. ഇപ്പോൾ എന്താ പറയുക, വളരെ കുറച്ചാണ് ഇവിടുത്തെ ക്രൈം റേറ്റ്സ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് പല സ്റ്റേറ്റുകളിലും വരുന്ന അക്രമങ്ങളും അല്ലെങ്കിൽ ക്രൈം റേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റില്ല. അതിൻ്റെ 10-ൽ 1 പോലും ഇല്ല. പിന്നെ എന്തിനു നമ്മൾ പേടിക്കണേ? നമ്മൾ കേട്ടുപരിചയമുള്ള സ്ഥലത്തേക്ക് മാത്രമേ പോവുള്ളൂ എന്ന് വാശി പിടിക്കാതെ, ഡെവലപ്ഡ് ആയിട്ട് രാജ്യമാണോ, ആ എക്കണോമിക്ക് ഒരു മിനിമം സൈസ് ഉണ്ടോ, നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി അവിടെ പ്രബലമാണോ, അവിടെ ഒരു ഷോർട്ടേജ് സ്കിൽ ഉണ്ടോ, നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ഇതാണ് ഞാൻ പറയാറുള്ളത്. സ്പെയിൻ എന്ന രാജ്യത്തിന്റെ 70% ഇപ്പോഴും ആളുകളില്ല. കാരണം അവിടുത്തെ ജനങ്ങളൊക്കെ അതിന്റെ 30%ാണ് തിങ്ങി പാർക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ 70% മുഴുവനായി കിട്ടിയില്ലെങ്കിലും ഒരു 20, 25, 30% വരെ കൂടെ ആൾക്കാരെ ഉൾക്കൊള്ളാനും അവരെ വഹിക്കാനും കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് സ്പെയിനിനുള്ളത്. സ്പെയിനിൽ പോകണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായ ഒരു ഗവേഷണം നടത്തി തീരുമാനിച്ചോളൂ. അപ്പോൾ അടുത്ത ആഴ്ച പോകുന്ന യൂറോപ്യൻ രാജ്യം ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഒരു സർപ്രൈസ് ആണ്. അടുത്ത ആഴ്ച കാണും വരെ സ്റ്റേ സേഫ്.